നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇന്ന് രാവിലെ തന്നെ രണ്ട് ഗംഭീരമായിട്ടുള്ള വാർത്തകൾ കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ മലയാളികളും കണ്ണു തുറന്നത് എന്ന് പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, 2021 നവംബർ 15 പാലക്കാട് ജില്ലയിലെ തേനാരി എന്ന് പറയുന്ന സ്ഥലം, അവിടുത്തെ തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖായിട്ടുള്ള സഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ, RSSന്റെ അത്ര കണ്ട് സജീവ പ്രവർത്തകനായിട്ടുള്ള ഭൗതിക് പ്രമുഖായിട്ടുള്ള മണ്ഡലം ഭൗതിക് പ്രമുഖായിട്ടുള്ള സഞ്ജിത്ത്, ഈ സഞ്ജിത്തും ഭാര്യയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക തീവ്രവാദികൾ, അതല്ലെങ്കിൽ SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി ഭീകരവാദികൾ അദ്ദേഹത്തെ ഭാര്യയുടെ മുൻപിലിട്ട് വെട്ടി തുണ്ടമാക്കി കൊന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് ഏകദേശം 4 വർഷം തികയുന്ന ഈ സമയത്ത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന 2 വാർത്തകൾ അത് ഗംഭീരം തന്നെയാണ്. അത് പിണറായി വിജയനെയും നമ്മൾ അതിന് പ്രശംസിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അയാളുടെ ആ ഒരു കൃത്യത്തെ, ആ കൃത്യ നിർവഹണത്തെ നമ്മൾ നന്നായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് 2 കാര്യങ്ങളാണ് രാവിലെ വാർത്തയായിട്ട് വന്നത്. ഒന്ന്, ഇതിൽ നേരിട്ട് ഇടപെട്ട 5 തീവ്രവാദികളുണ്ട്. ഈ 5 തീവ്രവാദികളിൽ ഒരാൾ ഒരു LP സ്കൂൾ അധ്യാപകൻ കൂടിയാണ്, അതും സർക്കാർ LP സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ഇവറ്റകൾ സ്കൂൾ അധ്യാപകനാണോ ആശുപത്രിയിൽ ഡോക്ടറാണോ, ഇതൊന്നും ഇവറ്റകളുടെ ഈ മത തീവ്രവാദത്തിന്റെ തോത് കുറയ്ക്കില്ല എന്നതാണ്. സഞ്ജിത്തിനെ ഇങ്ങനെ തുണ്ടമായി വെട്ടിയ കേസിലെ ഒരു തീവ്രവാദി പ്രതി ആ ചങ്ങാതി മലപ്പുറം ജില്ലയിലുള്ള ഒരു അധ്യാപകൻ ആണ് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇവറ്റകളുടെ മനസ്സിലേക്ക് ആ കുഞ്ഞുനാൾ മുതൽ മദ്രസ പഠനത്തിലൂടെ കുത്തിവെക്കപ്പെടുന്ന തീവ്രവാദത്തിന്റെ തോത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ നേരിട്ടിടപെട്ട 5 തീവ്രവാദികൾ ഹൈക്കോടതിയിൽ ആദ്യം മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്യുന്നു. അത് ഹൈക്കോടതി അനുവദിക്കുമെന്ന ഘട്ടം വന്ന സമയത്ത് സുപ്രീം കോടതിയിലേക്ക് കേരള സർക്കാർ അപ്പീലുമായിട്ട് പോന്നു. അങ്ങനെ അപ്പീലുമായി പോയ സമയത്ത് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ മുഖാന്തരം അറിയിച്ച 2 വിവരങ്ങളുണ്ട്. അത് ഒന്നിതാണ്, ഇവറ്റകൾക്ക്, ഈ തീവ്രവാദികൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റകളോട് RSS കൃത്യമായിട്ടും പ്രതികാരം ചെയ്യും. അതിന് വാഞ്ചയോടുകൂടി തന്നെയാണ് RSS പുറത്ത് നിൽക്കുന്നത്. അത് ഒരർത്ഥത്തിൽ സത്യം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിലുള്ള പ്രതികളൊക്കെ ഏകദേശം 20ഓളം വരുന്ന പ്രതികളാണ്. അതിൽ നേരിട്ടിടപെട്ട തീവ്രവാദികൾ 5 എണ്ണമാണ്. ഇവറ്റകൾ ഏകദേശം എനിക്ക് തോന്നുന്നു 20ഓളം പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇനിയും കുറെ എണ്ണം പിടിയിലാവാനുണ്ട്, പിടികിട്ടാത്ത കുറച്ച് എണ്ണവുമുണ്ട്. എന്നിരുന്നാലും കേരള പോലീസിനെ നമ്മൾ അതിൽ സ്തുത്യർഹമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. സകല തീവ്രവാദികളെയും പിടിച്ചിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരുമോ എന്ന ഘട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ ഒരു മയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സുഡാപ്പി പ്രീണനം നടത്തുന്ന പിണറായി വിജയനാണെങ്കിൽ തന്നെ അയാൾ എല്ലാ പ്രതികളെയും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിലൂടെ പിടിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ തീവ്രവാദികൾക്ക് ജാമ്യം കൊടുക്കരുത്. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു വന്നാൽ ഇവറ്റകളെ RSSകാർ, ആൺകുട്ടികളായിട്ടുള്ള RSSകാർ പുറത്തുണ്ട്. ഇവറ്റകളെ പുറഞ്ചം വെട്ടി കൊല്ലാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു കാരണം പറഞ്ഞത്. ഇനി അടുത്ത കാരണമാണ് ഏറ്റവും വലിയ ഗംഭീരമായിട്ട് തന്നെ പറയേണ്ടത്. ഇവറ്റകൾ ജാമ്യം എടുത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിനു മുൻപ് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും, നോക്കൂ, ഈ കേസിലെ സാക്ഷിയായിട്ടുള്ള ദൃക്സാക്ഷികളെ ഇതിനകം തന്നെ ഈ SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി, മുസ്ലിം തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുകയും അവരെ പണം കൊടുത്ത് സ്വാധീനിക്കാനും ശ്രമിച്ചിരുന്നു എന്ന കേസും എന്ന ആരോപണമൊക്കെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് ഈ ഒരു കാരണമാണ് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് സുപ്രീം കോടതി ചരിത്രപരമായിട്ടുള്ള ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഇത് കോടതി പറയാനൊന്നും ഇനി പോലീസ് കാത്തു നിൽക്കേണ്ടതില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോലീസിന് അവരുടെ സ്വതന്ത്ര അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്പോട്ടിൽ കേസെടുത്തുകൊണ്ട് തീവ്രവാദികളെ പിടിച്ചുള്ളിലിടാമെന്ന് സുപ്രീം കോടതി. ഈ ഇത്തരത്തിലുള്ള വിധികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് തന്നെ ഏത് സംസ്ഥാനത്തിന് വേണ്ടി എന്നുള്ളതോ ഏത് കേസിന് വേണ്ടി എന്നുള്ളതല്ല പ്രാധാന്യം. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയെ ചുവട് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്താകമാനമുള്ള എല്ലാ കേസുകളെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ദൃക്സാക്ഷികളെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കോടതിയെ ബോധിപ്പിച്ച് കോടതിയുടെ പെർമിഷൻ വാങ്ങി അവർക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ആ സ്പോട്ടിൽ തന്നെ കേസെടുക്കണം എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഞമ്മന്റെ സുഡാപ്പികളുടെ മോങ്ങൽ ദിനമാണ്. നോക്കി, ഈ വാർത്ത വന്നതിന് ചുവടെയൊക്കെ ജിഹാദികൾ, മുസ്ലിം നാമധാരികൾ കടന്ന് മെഴുകുന്നുണ്ട്. അതിൽ SDPI കാരൻ മാത്രമല്ല ഉള്ളത്, അതിൽ മുസ്ലിം ലീഗുകാരൻ മാത്രമല്ല ഉള്ളത്,
അതിൽ PDP കാരനോ INL കാരനോ മാത്രമല്ല ഉള്ളത്, സകലമാന മുസ്ലിം സംഘടനകൾ ഉള്ളവർ മാത്രമാണോ ഉള്ളത്? അല്ലെന്നേ. DYFI-യിലുള്ള ചെറുപ്പക്കാരുണ്ട്, പിന്നെയോ SFI-യിലുള്ള കുട്ടികളുണ്ട്, പിന്നെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യും CPM-ഉം ഇതിലുള്ള സഖാക്കന്മാരുണ്ട്. ഇനി കോൺഗ്രസ്സുകാരുമുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല. ഇവന്റെയൊക്കെ കുഞ്ഞുനാൾ മുതൽ ഇവനൊക്കെ മദ്രസ പഠനത്തിലൂടെ ഇവന്റെ തലയിലേക്ക് കയറ്റി വെച്ച വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതാണ് ഇവിടെ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും. പിന്നെ മുസ്ലിം സംഘടനകളെ കുറിച്ച് പിന്നെ പറയണ്ട. മതേതര മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുമെങ്കിൽ ഒലിക്കണം. നമുക്ക് മലപ്പുറം ജില്ലയിലെ തീവ്രവാദികളൊക്കെ കരയണ കരച്ചിൽ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവന്റെയൊക്കെ ഈ തള്ളാഹു കുക്കുംബർ വില ക്ഷമിക്കില്ല എന്നതാണ് അവസ്ഥ. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ 2 ജഡ്ജ്മെന്റ് ഇവിടത്തെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് തരുന്ന ആ ഒരു വലിയ ആശ്വാസമുണ്ടല്ലോ. പാലക്കാട് സഞ്ജിത്തിനെ കൊന്ന പോലെ തന്നെ മറ്റൊരു ഒരാളാണ് ശ്രീനിവാസൻ ജിയെ, പാലക്കാട് തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന മറ്റൊരു RSS പ്രവർത്തകനെ. അദ്ദേഹം മുൻപ് സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കാലിന് ഈ വെരിക്കോസ് വെയിനിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നടക്കാനോ ഓടാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് അദ്ദേഹം സജീവ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെയാണ് 3 സ്കൂട്ടറുകളിൽ 2 പേർ വെച്ച് വന്നുകൊണ്ട് 6 തീവ്രവാദികൾ ഒന്ന് നടക്കാനോ ഓടാനോ പോലും വയ്യാത്ത ആ മനുഷ്യനെ അറഞ്ചം പുറഞ്ചം വെട്ടി ഏകദേശം 12-15 സെക്കൻഡുകൾ കൊണ്ട് തന്നെ വെട്ടിക്കൊണ്ട് തിരിച്ച് സ്കൂട്ടറിൽ കയറിപ്പോയി. അതും പച്ച പകല് നമ്മൾ കണ്ടതാണ്. നമ്മൾക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരവാദ സംഘടന, ആ ഭീകരവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് എത്രത്തോളം ശ്ലാഘനീയമാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്ന് ഈ നാട്ടിലുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും അങ്ങനെ പറയാൻ പാടില്ല. ഞമ്മന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ നാട്ടിലുള്ള കാഫിറുകളായിട്ടുള്ള, അതായത് ഇവന്റെയൊക്കെ ഈ തള്ളാഹു കുക്കുംബറിൽ വിശ്വസിക്കാത്ത, ഏകദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും കാഫിറുകളാണ്. ഈ കാഫിറുകളെ എന്താ ചെയ്യേണ്ടത്? കാഫിറുകളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനാണ് ഇവന്മാര് പറഞ്ഞിട്ടുള്ളത്? അല്ലെന്നേ. കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാനും, അതും അതിഭീകരമായിട്ട്, കൊടും ഭീകരമായിട്ട്. അത് ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ പുസ്തകം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഈ വിശുദ്ധ പുസ്തകം പറയുന്നു അതിഭീകരമായിട്ട് വേണം കൊല്ലാൻ. എന്തിനാണ് അതിഭീകരമായിട്ട് ഇവർ കൊല്ലുന്നതെന്നറിയാമോ? ഇത് കണ്ടിട്ട് ബാക്കിയുള്ള കാഫിറുകൾ ഭയക്കണം. ഭയന്നുകൊണ്ട് എന്താവണം? ഈ ഞമ്മന്റെ തള്ളാഹു കുക്കുംബർ വിഭാഗത്തിലേക്ക് വരണം. വരാത്തവരെ പൂർണ്ണമായിട്ടും വെട്ടിക്കൊല്ലണം. ഇതുവർ നൂറ്റാണ്ടുകൾ മുൻപേ ഇവിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾക്കറിയാം 1921 മലബാർ കലാപം, കർഷക ലഹള എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1-2 ആളുകളെ അല്ല വെട്ടിക്കൂട്ടിയത്. എത്ര പേരെയാ? 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെയാ വെട്ടിക്കൂട്ടിയത്. ഈ 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങുകയും അർദ്ധജീവനോടുകൂടി പുഴുങ്ങി തല മാത്രം പുറത്ത് വെക്കുന്ന രീതിയിൽ പുഴുങ്ങുന്നു. പിന്നെയോ അതിൽ തീർന്നോ? ഇല്ലെന്നേ. ശൂലത്തിൽ കോർത്തിടുക, അതല്ലെങ്കിൽ മുളയുടെ കുന്തത്തിൽ കോർത്തിടുക. ഇനി അതിലും തീർന്നില്ല. കിണറ്റിലേക്ക് കൂട്ടത്തോടെ തള്ളിയിട്ട് അതിലേക്ക് കൂർത്ത കുന്തം ഉപയോഗിച്ച് കുത്തി 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 കൊല്ലുക. ആഴ്ചകളോളം തുവൂർ കിണറുകളിൽ നിന്ന് കരച്ചിലുകളും ദീനരോധനങ്ങളും കേട്ടിരുന്നു എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ആരൊക്കെയായിരുന്നു എന്നറിയാമോ? മഹാകവികൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയെ കുറിച്ച്, ആ കവിതയിലെ വരികൾ നിങ്ങൾ കുമാരനാശാൻ എഴുതിയ വരികൾ കാണുക. കുമാരനാശാൻ എന്തുകൊണ്ടാണ് ദുരവസ്ഥ എഴുതിയതെന്ന് അറിയാമോ? ഈ 1921 കൊടും ക്രൂരത കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഇവിടേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ച അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വന്നത് ചൊടുചോരയായിരുന്നു. കാരണം അത്ര കണ്ട് ക്രൂരത വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ നടത്തി. അത് അദ്ദേഹം കുറിച്ചിട്ട വരികൾ ദുരവസ്ഥ എന്ന പേരിൽ കവിതയായി നമ്മൾ വായിച്ചു. ആ കുമാരനാശാന്റെ മരണം പോലും ജിഹാദികൾ ഈ ദുരവസ്ഥ എഴുതിയതിന്റെ പേരിൽ കൊന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള, നന്നായിട്ട് നീന്തൽ വശമുള്ള കുമാരനാശാൻ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം? അദ്ദേഹം മുങ്ങി മരിക്കുകയായിരുന്നു. തോണിയിൽ പോകുന്ന സമയത്ത് തോണി മുങ്ങി മരിക്കുകയായിരുന്നു. നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ആരോഗ്യവാനായിട്ടുള്ള കുമാരനാശാനെ ഈ ദുരവസ്ഥ എഴുതിയതിന്റെ പേരിൽ ജിഹാദികൾ, മുസ്ലിം ഭീകരന്മാർ കൊന്നതാണോ എന്ന് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തില്ല, സംശയിക്കില്ല. ആ രീതിയിൽ തന്നെയാണ് കാലഘട്ടം കടന്നു പോകുന്നത്. എന്തായാലും ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിച്ച് ഈ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഈ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയ ഈ ജിഹാദി ഭീകരന്മാരുടെ ആഗോള ലോക യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയ ഈ നാട്ടിൽ നിന്ന് എന്തായാലും പിണറായി വിജയന്റെ സർക്കാർ ഈ തീവ്രവാദികൾക്ക് ജാമ്യം കൊടുക്കരുതെന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി എല്ലാരും പറയുന്ന പോലെ RSS ചാരനാണോ പിണറായി വിജയൻ എന്ന് ജിഹാദികൾ ചോദിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. ജിഹാദികൾക്കെതിരെ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് ശ്ലാഘനീയം തന്നെയാണ്.
എന്തായാലും ഇസ്ലാമിക ഭീകരന്മാർക്ക് കേരളം എന്ന് പറയുന്ന ഈ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന 4 അക്ഷരം ലോകത്തിന് നഷ്ടപ്പെടുത്തിയ പോലെ തന്നെ ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ നാട്ടിലും ഒരാൾക്കും ഇവന്റെയൊക്കെ പുസ്തകത്തിൽ പറയുന്ന കാഫിറുകൾക്ക് സമാധാനമില്ലാത്ത രീതിയിലേക്ക് ഈ നാടിനെ മാറ്റിയെടുത്ത ഇടത് വലത് മാറി മാറി ഭരിച്ച ഈ നാട് ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്ര കാലം എത്ര പെട്ടെന്ന് ഈ കേരളത്തിൽ ഭരണത്തിലെത്തുന്നോ ആ സമയത്ത് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്രത്തിൽ എന്നാണോ BJP-യുടെ ഭരണം പോകുന്നത് ആ പോകുന്നതോടുകൂടി തന്നെ ഈ നാട്ടിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഇസ്രയേലിലേക്ക് ഹമാസ് ഭീകരോളികൾ കാട്ടിയ ഭീകര മതയോളികൾ കാട്ടിയിട്ടുള്ള ആ ക്രൂരമായിട്ടുള്ള ആക്രമണമുണ്ടല്ലോ, ഒക്ടോബർ 7-ന് നടത്തിയ കൊടും ഭീകരതയുണ്ടല്ലോ, അത് ഈ കേരളത്തിലും നടക്കുമെന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാനാവും. കാരണം ഇസ്രയേലിലേക്ക് ഈ ഭീകരവാദികൾ ഈ തീവ്രവാദികൾ കാട്ടിയ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്നും ഹമാസിനെ ഈ പറയുന്ന പലസ്തീൻ പോലും അംഗീകരിക്കുന്നില്ല എന്നിരിക്കെ ഹമാസിനെ പൊക്കിപ്പിടിച്ച് ഹമാസിനെ തങ്ങളുടെ നേതാവായി പൊക്കിപ്പിടിച്ച് നടക്കുന്നത് ഈ കേരളത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളാകുമ്പോൾ മുസ്ലിങ്ങളാകുമ്പോൾ നാളെ ഇസ്രയേലിലേക്ക് ഇവന്മാർ ഒക്ടോബർ 7-ന് ചെയ്ത പോലെ തന്നെ കേരളത്തിലെ കാഫിറുകൾക്കെതിരെയും ഇവന്മാർ ചെയ്യില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിക്കാനാവുക? അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലായാലും ഇനി കേരളത്തിലായാലും BJP ഭരണത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ കാഫിറുകളെ നിന്റെ ഗതി പരലോകം മാത്രമാണ്. വെട്ടിക്കൂട്ടിയും കുന്തത്തിൽ കുത്തിയും കിണറിലേക്കിട്ടും പിന്നെയോ 1921-ൽ ആ കുത്തിയിറക്കിയ വാളും ഇതൊക്കെ ഉണ്ടല്ലോ, കുന്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ഈ തീവ്രവാദികൾ ഈ കേരളത്തിൽ എന്തും കാണിക്കാൻ മടിക്കില്ല എന്നിരിക്കെ ഇനിയെങ്കിലും തല ചോറുപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുക. കൃത്യമായിട്ട് BJP-യെയും RSS വിരുദ്ധതയും മാത്രം നിറയ്ക്കുന്ന ഇവിടുത്തെ മാമാക്കൂട്ടിക്കൊടുപ്പ് മലയാള മാധ്യമങ്ങളെ വിചാരിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇനിയും നീയൊക്കെ RSS-നും BJP-ക്കും ഹിന്ദുത്വത്തിനും ഒക്കെ എതിരെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ആരും കാണില്ല. ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ഇവിടെ RSS ഉണ്ട്, ഇവിടെ BJP-യുടെ ഇവിടെ ഹിന്ദുത്വ സംഘടനയുണ്ട്. ക്രിസ്ത്യാനി നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? വിരലിലെണ്ണാവുന്ന ശതമാനത്തിലുള്ള നിന്നെ രക്ഷിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ വലയിൽ വീണുകൊണ്ട് RSS BJP വിരുദ്ധത ഇനിയും കുത്തി നിറച്ച് ഇവിടെ വാദവരാതെ പാടുന്ന ക്രിസ്ത്യാനി നീ മനസ്സിലാക്കിക്കോ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവിടെ ഹിന്ദു മാത്രമേ നിനക്ക് പിന്തുണയ്ക്കാൻ ഉണ്ടാവുകയുള്ളൂ. അത് ഇന്നായാലും ഇന്നലെ ആയാലും ഇനി നാളെ ആയാലും എന്ന് ഓർത്താൽ നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.